ഇത്തവണ മലയാളികൾക്ക് വിഷു ഒന്ന് കൂടുതൽ കളർഫുൾ ആക്കുവാൻ വേണ്ടി മലയാളത്തിൽ നിന്ന് 3 കിടിലൻ സിനിമകളാണ് റിലീസിനായിട്ട് എത്തുന്നത്. വിഷുദിനത്തിൽ റിലീസിനായിട്ട് എത്തുന്ന 3 കിടിലൻ സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിലേറ്റവും ഒന്നാമതായിട്ട് പറയാനുള്ളത് മമ്മൂട്ടി നായകനായിട്ട് എത്തുന്ന ഒരു സിനിമയാണ് ബസൂക്ക എന്നാണ് സിനിമയുടെ പേര്. മമ്മൂട്ടിയുടെ കൂടെ തന്നെ ഗൗതം വാസുദേവൻ മേനോൻ ആ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. അടുത്തതായി വിഷുദിനത്തിൽ റിലീസിനെത്തുന്ന ഒരു പുതിയ ചിത്രമാണ് ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തുന്ന. മലയാളികളെ ഇപ്പോഴത്തെ ജനപ്രിയ നായകൻ എന്ന ലേബലിലൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ പലരും അത് തള്ളിക്കളയുന്നില്ല. ആ ഒരു ലേബൽ ഒരുപാട് ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ബേസിൽ ജോസഫിൻ്റെ ഒരു വെറൈറ്റി ലുക്കുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ആ ഒരു സിനിമയിൽ വരുന്നത്. ചിത്രത്തിൻ്റെ പേര് മരണമാസ് എന്നാണ്. ഇതിനോടൊക്കെ തന്നെ ആ ഒരു ചിത്രത്തിൻ്റെ ലുക്കുകളും എല്ലാം വളരെയധികം സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. ആ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റും സെക്കൻഡ് ലുക്കും പോസ്റ്ററെല്ലാം വളരെയധികം വൈറലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രമാണ് അടുത്തതായിട്ട് വിഷുദിനത്തിൽ റിലീസിനായിട്ട് എത്തുന്നത്. ആ ഒരു സിനിമയിലും മലയാളികൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ കൊണ്ട് മലയാളികൾക്ക് സമ്മാനിക്കുന്ന ബേസിൽ ജോസഫിൻ്റെ പോലെയുള്ള കഥാപാത്രം അല്ലെങ്കിൽ ബേസിൽ ജോസഫിനെ പോലെയുള്ള ആ ഒരു നടൻ ഈ ഒരു സിനിമയിലും പ്രതീക്ഷ കൈവിടില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. വിഷുദിനത്തിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വിജയം നേടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഏപ്രിൽ 10-ാം തീയതി ബേസിൽ ജോസഫും ടീമംഗങ്ങളും എത്തുന്നത്. അടുത്തതായി വിഷുദിനത്തിൽ എത്താൻ പോകുന്ന വേറൊരു ചിത്രമാണ് യുവതാരം നസ്ലൻ നായകനായി എത്തുന്ന ഒരു പുതിയ ചിത്രമാണ് ആലപ്പുഴ ജിങ്കാന. കൂടെ അഭിനയിക്കുന്നത് ഗണപതി, അതുപോലെ തന്നെ ലുക്മാൻ അവറൻ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ചിത്രം ബോക്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ് ആലപ്പുഴ ജിങ്കാന. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഖാലിദ് റഹ്മാനാണ്. ഖാലിദ് റഹ്മാൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ ഒരു ചിത്രവും വിഷുദിനത്തിൽ ഒരുപാട് സക്സസ് ആവുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും കരുതുന്നത് മറ്റുള്ള സിനിമകളെക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക ആലപ്പുഴ ജിങ്കാന ചിത്രത്തിനായിരിക്കുമെന്നാണ്. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്യു തോമസ്, അതായത് മലയാളത്തിൻ്റെ യുവതരമായിട്ടുള്ള മാത്യു തോമസിനോട് ഒരു യൂട്യൂബർ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി താൻ ആദ്യം കാണാൻ പോകുന്ന ചിത്രം അത് ആലപ്പുഴ ജിങ്കാന എന്നായിരിക്കുന്നതാണ്. ബസൂക്കയെല്ലാം തള്ളിമാറ്റിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഈ ഒരു 3 ചിത്രങ്ങൾക്കും ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇതിലേതായിരിക്കും വിഷു വിന്നറായിട്ട് എത്തുക എന്ന് നമുക്ക് കണ്ടറിയാം. കാരണം അത്രത്തോളം ആകാംക്ഷയോടെയാണ് എല്ലാ സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത്.